തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ പ്രണയം നിരസിച്ചതിന് 16-കാരിയെ കുത്തിക്കൊല്ലാൻ ശ്രമം. പനവൂർ സ്വദേശിയായ ഫഹദാണ് പെൺകുട്ടിയെ കുത്തിയത്. കഴുത്തിന് പരിക്കേറ്റ പെൺകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സനീറ്റ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സനീറ്റ, എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു? ഇത്തരത്തിൽ കന്യാകുളങ്ങര സ്വദേശിയായ 16-കാരിയാണ് ഇത്തരത്തിൽ കരുത്തിൽ കുത്തി പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ പ്രണയം നിരസിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം നടക്കുന്നത്. നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ കുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ്. ഈ കുട്ടിയെ നിരന്തരമായി ഈ ആൺകുട്ടി അല്ലെങ്കിൽ ഈ യുവാവ് നിരന്തരമായി ശല്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമം ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തെ തുടർന്ന് പനവൂർ സ്വദേശിയായ ഫഹദ് ആണ് ഇപ്പോൾ കസ്റ്റഡിയിലാകാൻ പോകുന്നത്. പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ്. കഴുത്തിന് പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. എന്തായാലും വട്ടപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ച് പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനന്ദ്, സനീറ്റ, രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ആക്രമണം നടന്നത് എവിടെ വെച്ചാണ്? ഈ 16-കാരിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആനന്ദ്, പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഈ എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഒരുപക്ഷെ പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്ന് തന്നെയാണ് നമ്മളോട് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം തന്നെയാണ്. ഈ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ്. ആനന്ദ്, ശരി, സനീറ്റയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ